ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, അംബിക മടങ്ങ്. ഈശ്വര, ഇതാ രാജുവിന്റെ അളിയൻ ജയനല്ലേ? ചത്തോ? ജയേട്ടന്റെ കാര്യം ഓർത്തിട്ടമ്മ എനിക്ക് സങ്കടം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാ സങ്കടം. ഞാൻ ശ്രീയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു, നീ ജയനെ ഓർത്ത് വിഷമിക്കുന്നു. അല്ല, അവനിപ്പോ എന്തു പറ്റി? ജോലി തിരക്കി അലയി അമ്മ ഇപ്പൊ ഒരു വെയിലത്ത്. എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ടൗണിൽ ഏതെങ്കിലും ചിട്ടി കമ്പനിയിലോ വല്ല ഓഫീസിലോ ജേട്ടൻ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആരോട് പറയാൻ? അതിനു മുമ്പേ ജോലി ചെയ്യാൻ അളിയൻ തയ്യാറാണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? കൂലിപ്പണിയൊന്നും ചേട്ടൻ അത്ര വശമില്ല. അളിയൻ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ശ്രമിച്ചാലും അളിയന് ജോലി കിട്ടും. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. മന്ത്രിയുടെ പി ആയിട്ടോ മരുമകനായിട്ടല്ല ഞാനീ പറയുന്ന. അളിയനൊരു ജോലി ഞാൻ വാങ്ങിക്കൊടുക്കും. ഇതിന്റെ മുമ്പ് ചാടണ്ട. ഇതേതാ ദരിദ്രവാസിയുടെ കാറാ. ഇതിന്റെ മുമ്പ് ചാടിയാ വണ്ടി പണിയാൻ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഈ വണ്ടി കൊള്ളാം. ഇതേതോ കാശുകാരന്റെ വണ്ടിയാ. ദൈവമേ, പിശുക്കനായ അലവലാതെ കാശുകാരനാവല്ലേ. അയ്യോ, ദൈവമേ, അംബിക മടങ്ങ്. ഈശ്വര, ഇതാ രാജുവിന്റെ അളിയൻ ജയനല്ലേ? ചത്തോ? ജയ, 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 ഇവന്റെ ബോധം പോയല്ലോ ദൈവമേ. ജയ, 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 എഴുന്നേക്ക്. പതുക്കെ. അബദ്ധം എനിക്ക് പറ്റിയതല്ല, ഞാൻ കാറിന്റെ ബ്രേക്ക് ചവിട്ടിയതാ. ജയം മുന്നിലേക്ക് വന്ന് വീഴുമായിരുന്നു. സോറി മേഡം, മനഃപൂർവ്വമല്ല. മനഃപൂർവ്വമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ജയൻ എന്തു പറ്റി? ജയൻ ആകെ ടയേർഡാണല്ലോ. അത് പറയ് ജയ. എന്തായാലും നമ്മൾ അന്യരൊന്നും അല്ലല്ലോ, ബന്ധുക്കളല്ലേ. ഞാൻ വല്ലാതെ അസ്വസ്ഥനാ മേഡം. വീട്ടിലും ആകെ പ്രശ്നങ്ങള്. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇവന്റെ വീട്ടിലെ ന്യൂസ് എന്താണെന്ന് അറിയാം. എന്താ ജയ പ്രശ്നങ്ങള്? എന്നോട് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാം തുറന്നു പറയാം. പറയ് ജയ, പറഞ്ഞാലല്ലേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. പ്രധാന പ്രശ്നം ഒരു ജോലി ഇല്ലാത്തതാ. സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ കുടുംബപരമായ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതിന് അവിടെ കുടുംബപരമായ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവനല്ലേ, രാജു? അല്ല, അളിയൻ മുടക്കും. പക്ഷെ അവഗണന അപമാനം സഹിക്കണം. ഈ വിഷമങ്ങളെല്ലാം ഓർത്ത് കിളിപോയ മട്ടിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോഴാ ഈ കാർ ആക്സിഡന്റ് ഉണ്ടായത്. മേഡത്തിനുണ്ടായ ബുദ്ധിമുട്ട് എനിക്ക് മാപ്പ് തരണം. മാനസികമായിട്ട് ഞാനാകെ തകർന്നു പോയിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവനൊരു വിടുവായനും പമ്പര വിഡിയുവാ. ഇവനെ കയ്യിലെടുത്ത രാജുവിനെതിരെ പല പാരകളും പണിയാം.
ജയന് തൽക്കാലം ഒരു ജോലിയല്ലേ ആവശ്യം? അതെ മാഡം. ആ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ, എന്റെ സ്പിന്നിങ് മില്ലില് ജയനൊരു ജോലി എന്നാ പോരെ? മതി മാഡം, ഒത്തിരി സന്തോഷം. ആ, എന്റെ സ്പിന്നിങ് മില്ലിലെ ജയനൊന്ന് വന്നാ മതി. ശരി മാഡം. ജയനൊന്ന് വെയിറ്റ് ചെയ്യേ. ഓ, റോഡിൽ തലകുത്തി വീണതല്ലേ, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്ത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. താങ്ക് യു മാഡം. ജയൻ ചെല്ല്. താങ്ക് യു. പിന്നെ ഹോസ്പിറ്റല് ഈ കാശ് തൽക്കാലം എന്റെ കവറിലിരിക്കട്ടെ. എന്തായി? ആ ജഗന് കിട്ടിയോ? കിട്ടിയില്ല മാഡം. നാശം. ഈ കൊരങ്ങനെ ഇട്ട് കൊരങ്ങ് കളിക്കാര് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ പാട്ടൊക്കെ എങ്ങനെ ഇട്ട് കുലുക്കി കുലുക്കി. ഞാനെങ്ങും കണ്ടിട്ടില്ല. അയ്യോ കൊരങ്ങിനോട് മര്യാദ കേട് കാണിച്ചാ അത് കാണിക്കുന്നവരെ അപ്പം അകത്തു. അയ്യോ, അത് ശരിയാണല്ലോ. അല്ല, ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കാര്യമോ പറഞ്ഞത്. ഓ, അന്ന് ചില വീടുകളിലൊക്കെ കൊരങ്ങന്മാരെ വളർത്താറുണ്ടായിരുന്നു. എന്നിട്ട് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും. ആടിക്കളിയടാ കൊച്ചുരാമ, ചാടിക്കളിയടാ കൊച്ചുരാമ. ഈ കൊരങ്ങന്മാര് കഥയൊന്നും അറിയാതെ ഇങ്ങനെ ചാടിക്കളിക്കും. അതുപോലെ ആയിരിക്കണം ഉത്തമയായ ഭാര്യ ഭർത്താവിനെ കൈകാര്യം ചെയ്യേണ്ടത്. കൊള്ളാം. മരുമകളോട് പറഞ്ഞു തരാനുള്ള നല്ല ഉപദേശം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ പറഞ്ഞത്. വേണ്ടേ, ഏത് ഭർത്താവിനെ കയറൂരി വിട്ട അവനവന്റെ പാട്ടിനങ്ങ് പോവും. കയറൂരി വിടാൻ എന്താ പശുവാണോ ഭർത്താവ്? ഓ, പശുവല്ല, കാള, കമ്പം കാള. അതെ, പുറകില് സീലടിച്ച് വിട്ടില്ലെങ്കില് പിന്നെ കണ്ടുപിടിക്കാൻ പാടാ. നിന്റെ ഭർത്താവായ എന്റെ മകൻ അത്തരം ഒരു നാൽക്കാലി മൃഗോ, അടിച്ചു തെളിക്കണം, അല്ലെങ്കിൽ അവൻ നന്നാവത്തില്ല. പിന്നെ ഭർത്താവിന്റെ കാലിലോ കയ്യിലോ ഇട്ട ഒരു കയറ്, ആ കയറ് ഭാര്യയുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലേ ആ കുടുംബം രക്ഷപ്പെടൂ. ഇത്തരം വൃത്തികെട്ട ഉപദേശം തരുന്ന നിങ്ങളെയാ ആദ്യം കയറിട്ട് കെട്ടേണ്ടത്. നീ കേക്കണ്ട, നീ അനുഭവിച്ചോ. പിന്നെ ഇതെന്താ ഋതികയെ കണ്ടപ്പോ അമ്മ റെസ്പെക്ടോടെ ചാടി എണീറ്റത്? അല്ല, എന്താണെന്ന് അറിയില്ല, ഈ കുഞ്ഞിനെ കാണുമ്പം ഒരു ദേവി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഓ, എന്തൊരു തള്ളിത്. ഋതുമോളെ, ഇവർക്ക് കൈക്കൂലി കൊടുക്കാന്നുള്ള വാഗ്ദാനം വല്ലതും ചെയ്തിട്ടുണ്ടോ? വാഗ്ദാനം ചെയ്താലും ഞാൻ എവിടുന്ന് കൊടുക്കാനാ ചേച്ചി? അകലേ നോവിനാലേ